2020 തുടങ്ങി വെച്ച ആരോഗ്യ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അത് ഞങ്ങൾ ആദ്യം മുൻഗണന കൊടുത്ത് പൂർത്തീകരിക്കും. നമ്മൾ ഇത്രയും കൊല്ലം 4 കൊല്ലം നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. ഒരു കൊല്ലം പോയെങ്കിലും വീണ്ടും നമുക്ക് അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പ്രാവശ്യം നമ്മൾ ടൂറിസം മേഖല കൂടി നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബഡ്ജറ്റിന്റെ പ്രത്യേകത. എലങ്കുളം ഗ്രാമപഞ്ചായത്തിലെ UDF-ന്റെ 5ാമത്തെ ബഡ്ജറ്റാണ്. കഴിഞ്ഞ തവണ അവർ വിജയിച്ച് അധികാരത്തിലെത്തി 4 പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി കഥ ജനങ്ങൾക്കറിയാലോ. ഇത്തവണ അവർ വ്യക്തമായ മേധാവിത്വത്തോടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം വൈസ് പ്രസിഡന്റ് കെ ഭാരതി നമ്മോടൊപ്പം ചേരുകയാണ്. പശ്ചാത്തല വികസനം, അടിസ്ഥാന വികസനം, ഈ എലങ്കുളത്തിന്റെ സമഗ്ര വികസനം, ആരോഗ്യ മേഖല, എല്ലാ മേഖലകളെയും സ്പർശിച്ചിട്ട് ജനങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണെന്നൊരു ചോദ്യം ഉണ്ടാവുന്നു. അതിന്റെ ഉത്തരം തരേണ്ടത് നിങ്ങൾ തന്നെയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഇത്രയും കൊല്ലം 4 കൊല്ലം നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. ഒരു കൊല്ലം പോയെങ്കിലും വീണ്ടും നമുക്ക് അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ആ 2020 നമ്മൾ എങ്ങനെയാണ്, എന്താണ് 2022-27 ബഡ്ജറ്റ് 5 പഞ്ചവത്സര പദ്ധതിക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്തതോ അതിൽ പോലെ തന്നെ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ്. അതിൽ തന്നെയാണ്, ആ രീതികൾ തന്നെ മുന്നോട്ട് പോകാനാണ് ഇതാക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊല്ലം കൊടുക്കുന്നത്. അതായത് ആരോഗ്യ മേഖല ഇപ്പോ എലങ്കുളത്ത് ഈ എലങ്കുളം പഞ്ചായത്ത് ഓഫീസ് തന്നെ ആരോഗ്യ മേഖലയുടെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ആശുപത്രി ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇതിനകത്താണ്. അപ്പൊ അതിനെല്ലാം ഒരു സ്ഥലം കണ്ടെത്തി ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, സിദ്ധ ആശുപത്രി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തുനിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലം കണ്ടെത്തി മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം കൂടി ഉണ്ടോ? ഉണ്ട്. നമ്മള് ഇപ്പൊ സിദ്ധയുടെ നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇപ്പൊ അടുത്ത് തന്നെ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദത്തിന് 6 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതിന് പണ്ട് നമ്മൾ 30 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പണി ഉടനെ തന്നെ ഉണ്ടായിരിക്കും. ഹോമിയോയ്ക്ക് ഇപ്പോൾ നമ്മൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഇവിടുന്ന് മാറ്റും. പഞ്ചായത്ത് ഓഫീസിന്റെ മാത്രമായിട്ട് നിലനിർത്താനാണ് നമ്മൾ. അതും ഒരു 10 സെന്റ് എവിടെയെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടേക്ക് പഞ്ചായത്ത് ഓഫീസ് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ UDF-ന്റെ ഒരു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കൂടിയാണ് നാലകത്തെ ഷൗക്കത്ത്. അപ്പൊ ഈ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്വപ്നങ്ങളൊക്കെ സാധ്യമാവുന്ന ബഡ്ജറ്റാണോ? ബഡ്ജറ്റ് ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ കാർഷിക മേഖലക്കും ആരോഗ്യ മേഖലക്കും അതുപോലെ തന്നെ പിന്നെ അതിലുപരി ഇപ്രാവശ്യം നമ്മൾ ടൂറിസം മേഖല കൂടി നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബഡ്ജറ്റിന്റെ പ്രത്യേകത. ഒരു ടോക്കൺ എന്നുള്ള രീതിയിൽ ചെറിയൊരു സംഖ്യ നമ്മൾ ആ ടൂറിസം മേഖലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് ആയതുകൊണ്ട് അതിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജനക്ഷേമ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. തീർച്ചയായും ഈ ബഡ്ജറ്റ് മറ്റു ബഡ്ജറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബഡ്ജറ്റാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുത്തത്. അപ്പോ UDF-ന്റെ ഇവിടുത്തെ കൺവീനർ ഷഹസാദ് തെക്കേതിൽ അല്ലേ, അദ്ദേഹം നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും, അധികാരത്തിൽ വന്നാൽ ഇവിടെ തേനുപാൽ ഒഴുക്കുന്നല്ല, എങ്കിലും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, ജനം ഒരുപാട് കാലമായി സ്വപ്നം കാണുന്ന പല പദ്ധതികൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നാലകത്ത് ഷൗക്കത്ത് പറഞ്ഞു ഇതൊക്കെ നടപ്പാക്കും. വൈസ് പ്രസിഡന്റ് പറഞ്ഞു നടപ്പാക്കാനുള്ള പദ്ധതികളാണ് ബജറ്റിലുള്ളത്. ഇനി ഷഹസാദ്, ജനങ്ങൾ സ്വപ്നം കാണുന്ന പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടേ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടൂ എന്ന് പറഞ്ഞാല് നിഷേധിക്കാൻ പറ്റൂ? തീർച്ചയായും. കാരണം 2020 ഞങ്ങളുടെ അന്നത്തെ ഭരണസമിതി തുടങ്ങി വെച്ച ആരോഗ്യ മേഖലയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാർഷിക മേഖലയാണ് എലങ്കുളം പഞ്ചായത്ത്. കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബജറ്റിൽ അതിന് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ കൂടുതൽ പരാമർശിക്കാത്ത ഒരു കാര്യമാണ് ടൂറിസം. കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ആ ടൂറിസം മേഖല കൂടി കൂടുതൽ സാധ്യതകൾ ഏലംകുളം പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഏലംകുളം പഞ്ചായത്തിൽ ഈ വരുന്ന 5 വർഷക്കാലം ടൂറിസം മേഖലയിൽ കൂടി പെരിന്തൽമണ്ണയിലും മലപ്പുറത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് ഏലംകുളം പഞ്ചായത്തിനെ മാറ്റും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഞങ്ങൾ ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും ആരോഗ്യ മേഖല, അതുപോലെ തന്നെ കാർഷിക മേഖല, ടൂറിസം മേഖല, പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ഏലംകുളത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബജറ്റിൽ അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തി ഫണ്ടുകളൊന്നും ലാപ്സ് ആവാതെ ഏലംകുളത്തെ ഓരോ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടാവുക.
അതിനുള്ള പരിശ്രമങ്ങൾ കൂടി ഞങ്ങളുടെ ഭരണസമിതി നടത്തും. അതിന് ജനങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീന മോള് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രസിഡന്റ്, ഏലംകുളത്തുകാർ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു നിങ്ങൾക്ക് വീണ്ടും അധികാരം തരുമ്പോൾ അവരുടെ ആഗ്രഹം പോലെ കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരും വൈസ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞ പോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമഗ്ര വികസനം ഈ ബജറ്റിൽ വിഭാവനം ചെയ്തുകൊണ്ട് നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ആ ജനങ്ങൾക്കൊരു ഉത്തരം കൊടുത്തത്. ഏറ്റവും കൂടുതൽ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഈ ഒരു 2026-27 വാർഷിക പദ്ധതിയിൽ ബജറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്കാണ്. 2020 തുടങ്ങി വെച്ച ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അത് ഞങ്ങൾ ആദ്യം മുൻഗണന കൊടുത്ത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏലംകുളത്ത് ഏറ്റവും വേണ്ട ഒരു മേഖലയാണ് കാർഷിക മേഖല. അടുത്തതായിട്ട് തന്നെ നമ്മൾ കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏലംകുളത്തിന്റെ ടൂറിസം എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറില്ല. ടൂറിസം മേഖലയ്ക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല. ഇതൊന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ടൂറിസം മേഖലയ്ക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സമഗ്രമായ വികസനം ഈ ഒരു ഭരണസമിതി കാഴ്ചവെക്കുന്നുള്ളതാണ് ഉറപ്പ് നൽകാറുള്ളത്. ഏതായാലും ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. നേരത്തെ വൈസ് പ്രസിഡന്റ് ഉറപ്പ് നൽകി, പിന്നെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉറപ്പ് നൽകി, പിന്നെ UDFന്റെ കൺവീനർ ആയിരുന്ന ഷഹസാദ് ഉറപ്പ് നൽകി. ഇപ്പോൾ പ്രസിഡന്റ് തന്നെ ഉറപ്പ് നൽകുകയാണ് ഏലംകുളത്തുകാരോട്. ഏലംകുളത്തെ ജനങ്ങൾ സ്വപ്നം കണ്ടതുപോലെ സമഗ്ര വികസനമാണ്. ആരോഗ്യ മേഖലയുടെ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആരോഗ്യ മേഖലയ്ക്ക് കുതിച്ചുചാട്ടം ഉണ്ടാകും. അതുകൂടാതെ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഏതായാലും ഏലംകുളത്തുകാരുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം UDFനൊപ്പം ഈ ഭരണസമിതിക്കൊപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളെ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ഒരുമിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഏലംകുളം കേരളം അറിയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ നാട്, എല്ലാവരും രാഷ്ട്രീയം മറന്ന് എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന EMSന്റെ നാടാണ്. അവിടെ UDF LDF ഒന്നുമില്ല. അപ്പോൾ ഈ നാട് ലോകം അറിയുന്ന ഒരു നാടാണ്. അതുപോലെ തന്നെ ഇനി വികസിത മാതൃകാ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ഏലംകുളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് പുതിയ ഭരണസമിതിയുടെ ബജറ്റിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് സാധ്യമാകട്ടെ. ഒരുമിച്ച് നിന്ന് എല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.